ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബട്ട് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം during the year ended 31st December 2024 and the statement of his affairs as on that date. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രേഡർ ഹാസ് നോട്ട് കെപ്റ്റ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരു ട്രേഡർ അയാൾ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒന്നും കീപ്പ് ചെയ്യണില്ല. പക്ഷേ ബട്ട് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഡ്യൂറിങ് ദി ഇയർ എൻഡഡ് 31st ഡിസംബർ എന്ന് പറയുന്നുണ്ട്, 2024 എന്ന് പറയുന്നുണ്ട്. അതായത് പക്ഷെ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്ന് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ് നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? യു ആർ റിക്വയർഡ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഇയറിലുള്ളതാണ്? ഡ്യൂറിങ് ദി ഇയർ എൻഡഡ് 31st ഡിസംബർ 2024. അപ്പോൾ 31st ഡിസംബർ 2024 ബേസ് ചെയ്തിട്ട് 2024 ക്ലോസിംഗ് ഇയർ ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് ലോസ് അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഡേറ്റിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇൻഫോർമേഷൻ നോക്കാം. അപ്പോൾ ഇൻഫോർമേഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 വർഷം തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 ഇയർ തന്നിട്ടുണ്ട്. ഒന്ന് ആസ് ഓൺ 31st ഡിസംബർ 2023 ആൻഡ് ആസ് ഓൺ 31st ഡിസംബർ 2024. ഓക്കെ, അപ്പോൾ ആസ് ഓൺ 31st ഡിസംബർ 2023 എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസും, അതായത് ഇവിടെ നമ്മളോട് 31st ഡിസംബർ 2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെയാണ് അസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോസിംഗ് ഇയർ ആയിട്ട് എടുക്കുമ്പോൾ ഇതാണ് ഓപ്പണിംഗ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ നോക്കുക. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2023 700, 2024 850 ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടുണ്ട് 2500 ആൻഡ് 3000. സ്റ്റോക്ക് ഇൻ ട്രേഡ് 25,000 ആൻഡ് 30,000. ദെൻ സൺഡേ ഡെപ്റ്റേഴ്സ് 30,000 ആൻഡ് 40,000. ദെൻ നെക്സ്റ്റ് സൺഡേ ക്രെഡിറ്റേഴ്സ് 15,000ഉം 12,000ഉം. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി 80,000ഉം 1 lakh. ദെൻ നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 30,000ഉം 25,000ഉം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദി ഇയർ ദി ട്രേഡർ ഹാസ് വിഡ്രോൺ ₹2,000 പെർ മന്ത് ടു മീറ്റ് ഹിസ് ഫാമിലി ഒബ്ലിഗേഷൻ. അപ്പോൾ ട്രേഡറിന് അയാളുടെ ഫാമിലി ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇയറിൽ അയാൾ 2,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 2,000 രൂപ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഡ്രോയിങ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഡ്യൂറിങ് ദി ഇയർ ട്രേഡർ ഹാസ് വിഡ്രോൺ ₹2,000 പെർ മന്ത് ആണ്. അപ്പോൾ ഓരോ മാസവും 2,000 രൂപ വെച്ചിട്ട് അയാൾ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡിപ്രിസിയേറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി അറ്റ് 10% ഓൺ ആവറേജ് ബേസിസ്. അപ്പോൾ നമ്മളോട് പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺ ആവറേജ് ബേസിസ് ആണ്, ആവറേജ് ബേസിസിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ ഉണ്ട്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ആവറേജ് ബേസിസ് മെത്തേഡ് ഒക്കെ. അപ്പോൾ അതിൽ ആവറേജ് ബേസിസ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് 5% ഓൺ ആവറേജ് ബേസിസ് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാ മാസവും 2,000 രൂപ ഡ്രോയിങ്സ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് 10% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആവറേജ് ബേസിസിൽ. അതേപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിച്ചേഴ്സിന് 5% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും ആവറേജ് ബേസിസിലാണ്. ദെൻ നെക്സ്റ്റ് ഇൻഫോർമേഷൻ പറഞ്ഞിട്ടുള്ളത് ആസ് റിഗാർഡ്സ് ഡെപ്റ്റേഴ്സിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് ₹1,000 ആർ ഇറക്കവറബിൾ ആൻഡ് പ്രൊവിഷൻ ഓഫ് 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ 1,000 രൂപ നമുക്ക് ഇറക്കവറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് 1,000 രൂപ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റൂല, തിരിച്ചു പിടിക്കാൻ. അതായത് ഡെപ്റ്റേഴ്സ് നമുക്ക് 1,000 രൂപ തിരിച്ചു തരൂല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? ഡെപ്റ്റേഴ്സ് നമുക്ക് തരാനുള്ള ആൾക്കാരാണ്. അപ്പോൾ 1,000 രൂപ ഇറക്കവറബിൾ ആണ്. ദാറ്റ് ഈസ് അതാണ് എന്തെന്ന് പറയുന്നത്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
Then and provision of 2% is to be created on sundry debtors. Sundry debtors in the model നമ്മൾ ബാഡ് ഡെപ്റ്റിന് ഒരു 2% പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സൺഡേ ഡെപ്റ്റേഴ്സിൻ്റെ കേസിൽ ഒന്ന് 1000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ടും രണ്ടാമത്തത് 2% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസും അസർട്ടൈൻ ചെയ്യണം. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് എന്തൊക്കെയാണ് പറയുന്നത്? ദാറ്റ് ഈസ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം ഓപ്പണിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലും ദെൻ ക്ലോസിംഗ് ക്യാപിറ്റലും നമ്മൾ കണ്ടെത്തണം. കാരണം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ മുന്നേ അതിൻ്റെ ഒരു പ്രൊഫോമ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ നമ്മളൊരു പ്രൊഫോമ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ നന്നായി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാകും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുക, ഈ ഒരു പ്രൊഫോമ നന്നായിട്ട് പഠിക്കുക. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ അസർട്ടൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ളത് അറിയണം. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസിനെ ബേസ് ചെയ്തിട്ടും, അതായത് നമുക്ക് ഓപ്പണിംഗ് ഇയർ എന്ന് പറയുന്നത് ഈ ഇയർ ആണ്, അതായത് 31 ഡിസംബർ 2023 ഇതാണ് നമ്മളുടെ ഓപ്പണിംഗ് ഇയർ. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ബാലൻസ് ഷീറ്റ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതാണ് ക്ലോസിംഗ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതിലൂടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടും ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കാണുക. ഓക്കെ അപ്പോൾ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ആദ്യം പ്രിപ്പയർ ചെയ്യാം. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യാം. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതാണ്. ഓക്കെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 ഡിസംബർ 2023. 2023 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റിൻ്റെ പോലെ തന്നെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കൗണ്ടിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 31 ഡിസംബർ 2023 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഫൈൻഡ് ഔട്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷനാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം ഈ സൈഡ് ലയബിലിറ്റി സൈഡാണ് വരുന്നത്, ഈ സൈഡ് അസറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കണം, അസറ്റ് സൈഡിൽ എന്തൊക്കെ കാണിക്കണം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഐറ്റം നോക്കുക, ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മൾ എവിടെ കാണിക്കുക? അസറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 700 കാണിച്ചു. ദെൻ നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്, 2500 കാണിച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് 25,000 കാണിച്ചു. നെക്സ്റ്റ് സൺഡ്രി ഡെപ്റ്റേഴ്സ് 30,000 ആണ്.
30,000 അത് കാണിച്ചു. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 15,000 കാണിക്കുക. ദെൻ പ്ലാന്റ് ആൻഡ് മിഷനറി പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് സൈഡിലാണ് കാണിക്കുക. പ്ലാന്റ് ആൻഡ് മിഷനറി 80,000. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അതും ഫിക്സഡ് അസറ്റ് ആണ്, അസറ്റ് സൈഡിലാണ് കാണിക്കുക 30,000. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, ദാറ്റ് ഈസ് 700 rupees. ക്യാഷ് അറ്റ് ബാങ്ക് 2,500. Then stock in trade 25,000, sundry debtors 30,000, plant and machinery 80,000, furniture and fixtures 30,000. അപ്പോൾ ഈ കോളം നമുക്ക് കൂടുതൽ എമൗണ്ട് വരുന്നുണ്ട് അല്ലേ. ദെൻ അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 15,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണ് കൂടുതൽ ഐറ്റംസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,68,200 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1,68,200. അപ്പോൾ അത് രണ്ട് കോളത്തിലും ടോട്ടലായിട്ട് കാണിക്കുക 1,68,200. ഇനി 1,68,200 നിന്ന് നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യണം, 15,000 കുറക്കണം. അപ്പോൾ 1,68,200 നിന്ന് 15,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് 1,53,200. അപ്പോൾ ഈ 1,53,200 ആണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് മറ്റു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അസറ്റുകളൊക്കെ എടുത്തെഴുതി, ലയബിലിറ്റീസ് ഒക്കെ എടുത്തെഴുതി, എന്നിട്ട് അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറക്കുമ്പോൾ അസറ്റ് കൂടുതലും ലയബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതേപോലെ തന്നെ നമ്മൾ 31 ഡിസംബർ 2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് ഔട്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ഡേറ്റിനുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് 850 തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് 3,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000, ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് 40,000, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് 25,000, പ്ലാന്റ് ആൻഡ് മിഷനറി 1 lakh. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മുന്നത്തെ പോലെ തന്നെ ഇവിടെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,98,850 കിട്ടും. അപ്പോൾ രണ്ട് കോളത്തിൽ അത് എഴുതുക 1,98,850. ഈ ടോട്ടലിൽ നിന്നും ദാറ്റ് ഈസ് 1,98,850 ആയിട്ടുള്ള ഈ ടോട്ടലിൽ നിന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ് 12,000 റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ 1,98,850 മൈനസ് 12,000 ആണ് വരിക. ദാറ്റ് ഈസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,86,850 കിട്ടും. അപ്പോൾ ഈ 1,86,850 ആണ് എന്തെന്ന് പറയുന്നത്, ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2024. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് കോളം, ഇപ്പോൾ ഈ കോളം പെർട്ടിക്കുലേഴ്സ് കോളാണ്, അതുപോലെ തന്നെ ഈ കോളം എമൗണ്ട് കോളാണ്. അപ്പോൾ നമ്മളൊരു എമൗണ്ട് കോളം പെർട്ടിക്കുലേഴ്സ് കോളം ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് വരച്ചതിന് ശേഷം നമ്മൾ ഓരോ ഐറ്റംസും ഇതിൽ കാണിക്കണം. അപ്പോൾ ഓരോ ഐറ്റംസ് കാണിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ ഇതിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഫോം ഇട്ടിട്ടുണ്ട്. പ്രൊഫോം നമ്മൾ നേരത്തെ നോക്കി അല്ലേ. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ദാറ്റ് ഫസ്റ്റ് ഐറ്റം ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് എത്രയാണ് വരുന്നത്, 1,86,850. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്, അതായത് അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് 2,000 രൂപ വെച്ചിട്ട് 12 മാസം, അതായത് ഓരോ മാസവും 2,000 രൂപ വെച്ചിട്ട് നമ്മൾ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2,000 രൂപ വെച്ചിട്ട് 12 മാസം, അതാണ് ഡ്രോയിങ്സ്, ദാറ്റ് ഈസ് 24,000. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലും ഡ്രോയിങ്സും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,10,850 വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ കൂടെ പരിഗണിക്കണം. ഇവിടെ നമുക്ക് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ കേസൊന്നും വരുന്നില്ല.
അപ്പോൾ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഈ 2,10,850 നിന്ന് നെക്സ്റ്റ് ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻ ദി ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,53,200 ആണ്. അപ്പോൾ 2,10,850 നിന്ന് 1,53,200 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് 57,650 എന്ന് പറയുന്നത്. അതാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ എക്സ്പെൻസ് ഒക്കെ ലെസ് ചെയ്യുകയും ഇൻകംസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണം. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എല്ലാ എക്സ്പെൻസും ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ള? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺഡേ ഡെപ്റ്റേഴ്സ്, സൺഡേ ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഇത്തിരി ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലോസിംഗ് ബാലൻസിൽ നമ്മൾ ഡ്രോയിങ്സിന്റെ കേസ് ഇവിടെ എടുത്തു. ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡിപ്രിസിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് 10% ഓൺ ആവറേജ് ബേസിസും ഫർണിച്ചറിന് 5% ആണ്. അതേപോലെ തന്നെ ബാഡപ്റ്റ് 1000 രൂപ വരുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് 2% വരുന്നത്. ഇത്രയാണ് അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഓരോ എക്സ്പെൻസ് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ഒന്നാമത്തെ ഐറ്റം എന്താ വരുന്നത്? ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10% ഓൺ ആവറേജ് ബേസിസ്. അപ്പോൾ 10% ആവറേജ് ബേസിസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ആവറേജ് ബേസിസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറിയും പ്ലസ് ക്ലോസിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറിയും തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് കിട്ടും അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 2023 പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 80,000 ആണ്. 80,000 പ്ലസ് ദെൻ ക്ലോസിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, അപ്പോൾ 80,000 പ്ലസ് 1 lakh എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 1,80,000 ഡിവൈഡഡ് ബൈ 2. 1,80,000 നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 90,000 ആണ്. ഓക്കെ, 1,80,000 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 90,000. ഈ 90,000ന്റെ 10% ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതായത് 10% എന്ന് പറയുമ്പോൾ 90,000 ഇൻറ്റു 10/100 അല്ലേ? 10/100 ദാറ്റ് ഈസ് 90,000ന്റെ 10% എന്ന് പറയുന്നത് 9,000 ആണ്. അപ്പോൾ ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 9,000 ആണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 9,000. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആണ്. അത് 5% ആണ് ആവറേജ് ബേസിസിൽ. അപ്പോൾ ഫർണിച്ചർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 30,000 ആണ്. 2023 30,000ഉം 2024 25,000 ആണ് എന്ന് പറയുന്നത്. 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ 30,000 പ്ലസ് 25,000 എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 55,000 ആണ്. 55,000 ഡിവൈഡഡ് ബൈ 2. 55,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് എത്ര കിട്ടും? 27,500 കിട്ടും. ഈ 27,500ന്റെ 5% എന്തെന്ന് പറയുന്നത്? ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 27,500 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2 ആണ്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ അതായത് 27,500ന്റെ 5% എന്ന് പറയുന്നത് 1,375 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 1,375ഉം ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 9,000 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിച്ചേഴ്സ് 1,375. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്താ വരിക? ബാഡപ്റ്റ്. ബാഡപ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ₹1,000 ആർ ഇറക്കവറബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാഡപ്റ്റ്സിൻ്റെ കേസിൽ ഇറ്റ് ഈസ് അസർട്ടൈൻ ദാറ്റ് ₹1,000 ആർ ഇറക്കവറബിൾ. ₹1,000 അതായത് 1000 രൂപ നമുക്ക് ഇറക്കവറബിൾ ആണ്, അത് റിക്കവർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ട് കണ്ടു? ബാഡപ്റ്റ് ആയിട്ട് കണ്ടു. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് എന്ന് പറയുന്നത് 2% ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ 2% ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സൺഡ്രി ഡെപ്റ്റേഴ്സ് നമുക്ക് 40,000 ആണ് വരുന്നത്. ഈ 40,000ന്റെ ഇവിടെ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 780 രൂപയാണ് കിട്ടുന്നത്. എങ്ങനെയാണ് 780 രൂപ കിട്ടുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ് വരുന്നത് 2% ആണ്. 2% ഓൺ സൺഡേ ഡെപ്റ്റേഴ്സ്. സൺഡേ ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ഇയർ ആണ് എടുക്കുക. അപ്പോൾ സൺഡേ ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ഇയറിൽ 40,000 ആണ് വരുന്നത്. പക്ഷേ ഈ 40,000-ൽ 1000 രൂപ എന്താണ് വരുന്നത്? ബാഡപ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? 1000 രൂപ കുറക്കണം. 1000 രൂപ കുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 39,000 ആണ്. ഈ 39,000ന്റെ
2% നമുക്ക് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 39,000ൻ്റെ 2% എന്ന് പറയുന്നത് എത്രയാണ്? 780 രൂപ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,155 കിട്ടും. അതായത് 9,000 പ്ലസ് 1,375 പ്ലസ് 1,000 പ്ലസ് 780. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് 12,155. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ 1,86,850. അത് നമുക്ക് ലഭിക്കുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ദെൻ ഡ്രോയിങ്സ് ഓരോ മാസവും 2,000 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് 24,000 രൂപയാവും. ദെൻ ക്യാപിറ്റൽ ഇൻ ദി ബിഗിനിങ്, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് ലഭിച്ചത് 1,53,200 രൂപയാണ്. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ വരുന്നത് 12,155 ആണ് എക്സ്പെൻസ്, 12,155. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 45,495. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 45,495. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എല്ലാ എക്സ്പെൻസും ലെസ് ചെയ്തു. നമുക്ക് ഇൻകംസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യുകയും വേണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2024 എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നേരത്തെ നമുക്കൊരു പ്രൊഫോമ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2024. അപ്പോൾ 2024 ക്ലോസിംഗ് ഇയറിലെ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അവിടെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ലയബിലിറ്റീസ് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ ഇത് എമൗണ്ട് കോളാണ്. ദെൻ നെക്സ്റ്റ് അസറ്റിൻ്റെ ഒരു കോളം, ദെൻ നെക്സ്റ്റ് അതിൻ്റെ എമൗണ്ട് കോളാണ് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് ആയിട്ട് എന്തായിരിക്കും വരിക? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക, അതിൽ ഏതാണോ ആദ്യത്തെ ഐറ്റം വരുന്നത് അത് ഇതിൽ എഴുതാം നമുക്ക്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, അതേപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്ക് കറണ്ട് അസറ്റ് ആണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് കറണ്ട് അസറ്റ് ആണ്. സൺഡേ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അസറ്റ് സൈഡിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം എന്ത്? സൺഡ്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം സൺഡ്രി ക്രെഡിറ്റേഴ്സ്, എമൗണ്ട് വന്നിട്ടുള്ളത് 12,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കി നോക്കൂ. നെക്സ്റ്റ് ഐറ്റം സൺഡ്രി ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സും ഒക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുമാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ലയബിലിറ്റി സൈഡിൽ വരുന്നതല്ല. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ. അത് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കേണ്ട റീസൺ എന്താണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൺ ദി ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ ഈസ് ഷോൺ ആസ് ബിലോ. അപ്പോൾ താഴെ പറയുന്ന പോലെയാണ് നമുക്ക് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കേണ്ടത്. എങ്ങനെ കാണിക്കണം? ഈ ഒരു പ്രൊഫോമയിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് പോലെ കാണിക്കണം. അപ്പോൾ ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതണം. ദെൻ അതിൽ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. അതിന് ഡ്രോയിങ്സ് കുറക്കണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിലും ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,53,200. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 45,495. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ തന്നിട്ടില്ല, നെറ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 1,53,200. അതിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു 45,495. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 1,98,695. അതിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 24,000 ആണ് പെർ ഇയറിന് വരുന്നത്. അപ്പോൾ 1,98,695 നിന്ന് 24,000 ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? 1,74,695. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു പ്രൊഫോമ പ്രകാരം ക്യാപിറ്റലും കാണിച്ചു. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സും കാണിച്ചു, നമ്മൾ ക്യാപിറ്റലും കാണിച്ചു, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും എല്ലാം കാണിച്ചു, ഡ്രോയിങ്സ് എല്ലാം കാണിച്ചു. അപ്പോൾ ഈ സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ
വന്നിട്ടുള്ള ഐറ്റം സൺഡ്രി ക്രെഡിറ്റേഴ്സ് 12,000ഉം ദെൻ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഡ്രോയിങ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് 1,74,695. അപ്പോൾ ഈ രണ്ട് എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1,86,695 ആണ്. അപ്പോൾ ഈ ഫിഗർ തന്നെ ആയിരിക്കണം നമുക്ക് അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴും ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് അസറ്റ് സൈഡ് ആണ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ₹850. ദെൻ സെക്കൻഡ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് ₹3,000. Then third item stock in trade ₹30,000. The next item sundry debtors 40,000. പക്ഷേ സൺഡ്രി ഡെപ്റ്റേഴ്സിന് നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ബാഡ് അപ്റ്റ് ഒരു 1000 രൂപയും പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഡ് അപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റും ലെസ് ചെയ്യണം. അപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് 40,000ൽ നിന്ന് ബാഡ് അപ്റ്റ് 1000 രൂപ ലെസ് ചെയ്യുക. ദാറ്റ് ഈസ് സൺഡ്രി ഡെപ്റ്റേഴ്സ് 40,000 ലെസ് ബാഡ് അപ്റ്റ് 1000. അപ്പോൾ 40,000ൽ നിന്ന് 1000 കുറച്ചാൽ നമുക്ക് 39,000 ലഭിക്കും. അതിൽ നിന്ന് 2% നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അത് കുറക്കണം. അപ്പോൾ ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് ₹780. അപ്പോൾ 39,000ൽ നിന്ന് 750 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് 38,220. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നമ്മളോട് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. 10% ഡിപ്രിസിയേഷൻ ഓൺ ആവറേജ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി 1 lakh. അതിൻ്റെ 10% ഡിപ്രിസിയേഷൻ ഒക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000ന് 10% ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 9,000 ആണ്. ഇവിടെ 9,000 കിട്ടാൻ കാരണം ആവറേജ് ബേസിസ് ആയതുകൊണ്ടാണ്. അപ്പോൾ 1 lakhൽ നിന്ന് ഡിപ്രിസിയേഷൻ 9,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 91,000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഫർണിച്ചർ ആൻഡ് ഫിച്ചേഴ്സ് ആണ്. 25,000. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. ലെസ് ഡിപ്രിസിയേഷൻ 1,375. ദാറ്റ് ഈസ് ഈക്വൽ ടു 23,065. അപ്പോൾ ഇത്രയാണ് നമുക്ക് അസറ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഈ അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയായിരിക്കണം? 1,86,695 ആയിരിക്കണം. ഓക്കെ, അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1,86,695. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് 1,86,695 ആണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, നോക്കി നോക്കുക. അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം പ്രിപ്പയർ ചെയ്തു? ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31 ഡിസംബർ 2023. അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയർ പ്രിപ്പയർ ചെയ്തു ആദ്യം. രണ്ടാമത്തത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടി. ദാറ്റ് ഈസ് 1,86,850 അത് കിട്ടി. ദെൻ അതിന് ശേഷം നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ 31 ഡിസംബർ 2024 ബേസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഗ്രോസ് പ്രോഫിറ്റും കണ്ടെത്തി, നമ്മൾ നെറ്റ് പ്രോഫിറ്റും കണ്ടെത്തി. ദെൻ നമ്മൾ ലാസ്റ്റ്ലി ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തു. അതായത് ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണാനായിട്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം സൺഡ്രി ക്രെഡിറ്റേഴ്സ് കാണിച്ചു 12,000. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. ദാറ്റ് ഈസ് 1,98,695 കിട്ടി. അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ചു. ആ കുറച്ച് കിട്ടിയ എമൗണ്ട് നമ്മളിവിടെ കാണിച്ചു. ദെൻ നെക്സ്റ്റ് അസറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കാണിച്ചു. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ സ്റ്റോക്ക് ഇൻ ട്രേഡ് കാണിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് കാണിച്ചു. സൺഡ്രി ഡെപ്റ്റേഴ്സിന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാഡ് അപ്റ്റ് 1,000 രൂപയും പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അതെല്ലാം ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിച്ചു. ദെൻ നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്ന് ആവറേജ് ബേസിസ് പ്രകാരം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിപ്രിസിയേഷൻ കുറച്ച് എമൗണ്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിച്ചത്. നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് ഫിച്ചേഴ്സ് 25,000 ആയിരുന്നു. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിച്ചു. അപ്പോൾ 2 കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1,86,695 ആണ് 2 കോളത്തിലും. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലിയായി, 2 സൈഡും കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ
ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് പറയാം. അപ്പോൾ വർക്കിംഗ് നോട്ട് ഒന്നാമത്തത് ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തിട്ടാണ്. ഇൻ ദി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ ഓപ്പണിംഗ് അസറ്റ്സ് ആർ ടേക്കൺ ഓൺ ദി അസറ്റ് സൈഡ് ആൻഡ് ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓൺ ദി ലയബിലിറ്റി സൈഡ്. ഓപ്പണിംഗ് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും കാണിച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ദെൻ നെക്സ്റ്റ് മന്ത്ലി ഡ്രോയിങ്സ് ആണ്. മന്ത്ലി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഓരോ മാസവും 2000 രൂപ വെച്ചിട്ട് ഡ്രോയിങ്സ് പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ട്രേഡർ വിഡ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തേക്ക് 12 മന്ത്സിന് 2000 രൂപ വെച്ചിട്ട് 24,000 ആണ് ഡ്രോയിങ്സ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ആവറേജ് ബേസിസിലാണ്, ബോത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ഫർണിച്ചർ ആൻഡ് ഫിച്ചേഴ്സിനും. ഓക്കെ, അപ്പോൾ ആവറേജ് ബേസിസ് മീൻസ് എന്താണ്? ആവറേജ് ഓഫ് ദി ഓപ്പണിംഗ് വാല്യൂ ആൻഡ് ക്ലോസിംഗ് വാല്യൂ. ഓപ്പണിംഗ് വാല്യൂവിൻ്റെയും ക്ലോസിംഗ് വാല്യൂവിൻ്റെയും ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്നത് 90,000 ആണ്. അതായത് ഓപ്പണിംഗ് വാല്യൂ ആയിട്ടുള്ള 80,000 പ്ലസ് ക്ലോസിംഗ് ആയിട്ടുള്ള 1 lakh ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 90,000 ആണ് കിട്ടുക. അതായത് ആവറേജ് വാല്യൂ 90,000 ആണ്. അതിൻ്റെ 10% ആണ് ഡിപ്രിസിയേഷൻ, ദാറ്റ് ഈസ് 9,000. സിമിലർലി ആവറേജ് വാല്യൂ ഓഫ് ഫർണിച്ചറും നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 30,000 പ്ലസ് 25,000 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 27,500 കിട്ടും. അതിൻ്റെ 5% ആണ് ഡിപ്രിസിയേഷൻ, ദാറ്റ് ഈസ് 1375. ദെൻ നമ്മൾ സൺഡേ ഡെപ്റ്റേഴ്സ് ഓൾറെഡി പറഞ്ഞു, 1000 രൂപ ബാഡ് ഡെപ്റ്റ് ആയിട്ടും 2% നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് നോട്ട്സ് എന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം സൊല്യൂഷനും നമുക്ക് എസ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം സൊല്യൂഷൻ ഈ തിയറി പാർട്ടും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.